Good morning all of you. Welcome to SAS Academy. Myself Sajna Shias. ഞാൻ ഇന്ന് സ്റ്റേറ്റ് സിലബസിൻ്റെ 11th തേർഡ് ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. ചാപ്റ്റർ നെയിം സൂചനാ കാ അധികാർ അധിനിയം, അതായത് വിവരാവകാശ നിയമം, ലോ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ. അതാണ് നിങ്ങളുടെ തേർഡ് ചാപ്റ്റർ. ഓക്കെ, പത്രവ്യവഹാരം, അതായത് ലെറ്റർ ഫോർമാറ്റാണ് ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന നിയമം എന്താണ്, എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഉള്ളത്, അതെങ്ങനെയാണ്, ആരാണ് പാസ്സാക്കിയത്, അത് ഏത് സമയത്താണ് പ്രാബല്യത്തിൽ വന്നത്, അതിലൂടെ ഒരു പൗരൻ എന്തെല്ലാം സാധിക്കും, എങ്ങനെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ളൊരു ചെറിയ വിവരണം നിങ്ങൾക്ക് ഓൾറെഡി ഈ ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അത് എന്താണെന്ന് നോക്കിയതിന് ശേഷം ലെറ്റർ ഫോർമാറ്റിലേക്ക് കിടക്കാം. ഓക്കെ, ഭാരത് ഏക് ലോക്താന്ത്രിക് ദേശ് ഹെ. ഭാരതം എന്ന് പറയുന്നത് ലോക്താന്ത്രിക്, ഡെമോക്രാറ്റിക്, ജനാധിപത്യ ദേശമാകുന്നു. लोकतांत्रिक व्यवस्था में जनसाधारण ही देश का असली मालिक होता है. लोकतांत्रिक व्यवस्था ക്രമീകരണം, സാധാരണ ജനാധിപത്യ ക്രമീകരണത്തിൽ സാധാരണ ജനങ്ങളാണ് ആ ദേശത്തിൻ്റെ അസ്ലി മാലിക്, യഥാർത്ഥ ഉടമകൾ എന്ന് പറയുന്നത്. മാലിക് ഹോനെ കെ നാത്തെ, ഒരു ഉടമ എന്ന നിലയിൽ ജനതാക്കോ യഹ് ജാൻനെ കാ ഹക്ക് ഹേ കി, ജനങ്ങൾക്ക് ഇത് അറിയാനുള്ള ഹക്ക്, അവകാശമുണ്ട്. എന്തറിയാനുള്ള അവകാശമാണുള്ളത്? कि जो सरकार उसकी सेवा के लिए बनाई गई है, ഏതൊരു സർക്കാരാണോ അവരെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്, വഹക്യ, അത് എന്താണ്, കഹ, എവിടെയാണ്, ആർ കേസെ കർ രഹേ ഹെ, എങ്ങനെയാണ് സേവനങ്ങൾ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാനുള്ള അവകാശം ഒരു ജനാധിപത്യ ദേശത്തിൻ്റെ ജനങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഓരോ പൗരന്മാർക്കും ഈ നിയമം അതിനുള്ള അവകാശം നൽകുന്നുണ്ട്. 2005 में देश की സൻസദ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിനെയാണ് സൻസദ് എന്ന് പറയുന്നത്. കാനൂൻ എന്ന് പറഞ്ഞാൽ നിയമം, പാരിത് കർണ എന്ന് പറഞ്ഞാൽ പാസ്സാക്കുക, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 2005 में देश की संसद ने एक कानून पारित किया जो सूचना का अधिकार अधिनियम 2005 के नाम से जाना जाता है. 2005 ദേശത്തിലെ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയായിരുന്നു. ആ നിയമത്തിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൂചനാ കാ അധികാർ അധിനിയം 2005, ലോ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ 2005 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇസ് അധിനിയമേ, ഈ നിയമത്തിൽ വ്യവസ്ഥ കീ ഗയി ഹെ, ക്രമീകരിച്ചിട്ടുണ്ട്. എന്താണ് ക്രമീകരിച്ചിട്ടുള്ളത് ഈ നിയമത്തിൽ? കിസ് പ്രകാർ നാഗരിക് മീൻസ് സിറ്റിസൺ, പൗരനെയാണ് നാഗരിക് എന്ന് പറയുന്നത്. സർക്കാർ സെ സൂചന മാംഗേംഗെ ആർ കിസ് പ്രകാർ സർക്കാർ ജവാബ്ദേഹ് എന്ന് പറഞ്ഞാൽ മറുപടി ഹോഗി. ഓക്കെ, ഈ ഒരു നിയമത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏത് തരത്തിലാണോ ഒരു പൗരൻ സർക്കാരിനോട് ഇൻഫർമേഷൻസ് മാങ്കേങ്കി, ചോദിക്കേണ്ടത്, അതുപോലെ തന്നെ സർക്കാർ ഏത് തരത്തിലാണ് ആ ഒരു ക്വസ്റ്റ്യൻസിന് മറുപടി നൽകേണ്ടത് എന്നൊക്കെയുള്ളത് ഈ നിയമത്തിൽ വളരെ വ്യക്തമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. सूचना का अधिकार अधिनियम हर नागरिक को अधिकार देता है कि वह सरकार से कोई भी सवाल पूछ सके या कोई भी സൂചന ലേ സക്കെ. സൂചന കാ അധികാർ അധിനിയം, അതായത് വിവരാവകാശ നിയമം, ഹർ നാഗരിക്കോ, എല്ലാ പൗരന്മാർക്കും അങ്ങനെ ഒരു അധികാരം എന്ന് പറഞ്ഞാൽ അവകാശം നൽകുന്നുണ്ട്. എന്തിനുള്ള അവകാശമാണ് നൽകുന്നത് എന്ന് വെച്ചാൽ, വഹ സർക്കാർ സെ കോയി ഭി സവാൽ പൂച്ച് സക്കെ, സർക്കാരിനോട് അവർക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ യാ കോയി ഭി സൂചന ലേ സക്കെ, സർക്കാരിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഇൻഫർമേഷൻസ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും സർക്കാരിൽ നിന്ന് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. കിസി ബി സർക്കാരി ദസ്താവേജ് എന്ന് പറഞ്ഞാൽ രേഖയാണ് നമ്മൾ ദസ്താവേജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രമാണം. ഓക്കെ, ഈ പ്രാമാണിക് പ്രതി ലേ സക്കെ, ഏതെങ്കിലും ഒരു സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള രേഖകളുടെ പ്രാമാണിക് പ്രതി എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ടുള്ള കോപ്പീസ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. കിസി ഭി സർക്കാരി ദസ്താവേജ് കി ജാഞ്ച് കർ സക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള രേഖകളെ പരിശോധിക്കാനും ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ഈ നിയമത്തിലൂടെ സാധിക്കും. ജാഞ്ച് കർണ എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക.
കിസി ഭി സർക്കാരി കാം കി ജാഞ്ച് കർ സക്കെ. അതുപോലെ തന്നെ രേഖകൾ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ജോലിയെയും അന്വേഷിക്കാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പരിശോധിക്കാനുമുള്ള അവകാശം ഈ ഒരു നിയമം എല്ലാ പൗരന്മാർക്കും നൽകുന്നുണ്ട്. किसी भी सरकारी काम में इस्तेमाल सामग्री का प्रमाणित नमूना എന്ന് പറഞ്ഞാൽ സാമ്പിൾ, ഏതൊരു സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയിലും യൂസ് ചെയ്യുന്ന, ഇസ്തമാൽ കർണ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന സാമഗ്രി മെറ്റീരിയൽസിനെ പ്രാമാണിത് നമൂന ലേസക്കെ, അതായത് ആധികാരികമായിട്ടുള്ള സാമ്പിൾസ് അവിടെ നിന്ന് എടുക്കാനും ഈ നിയമത്തിലൂടെ ഓരോ പൗരനും സാധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ നിയമത്തിൽ പറ്റാത്ത കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്, നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കാത്ത കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. അതെന്താണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ലെക്കിൻ പക്ഷേ ഈ നിയമത്തിൽ സൈന്യബൽ, നമ്മുടെ ആർമിയുടെ എത്രയാണ് എങ്ങനെയാണ് എന്നുള്ള കണക്കുകളൊന്നും നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് ഈ നിയമത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ CBI ജാഞ്ച് ജാരി രഹനെ വാലെ മാമലെ, CBI കേസ് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, CBI അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സൂചനകൾ, ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ വിദേശി സർക്കാരും സെ വിശ്വാസ് കെ നാത്തെ, അതായത് വിദേശി സർക്കാരുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സോ അല്ലെങ്കിൽ മാന്യ വ്യക്തിക്ക്, അല്ലെങ്കിൽ അല്ല അതോടൊപ്പം തന്നെ മാന്യ വ്യക്തിക്ക് ഉപചാർ, ഏതെങ്കിലും വിശിഷ്ട വ്യക്തികളുടെ ഉപചാർ എന്ന് പറഞ്ഞാൽ ചികിത്സയാണ് ഉപചാർ എന്ന് പറയുന്നത് കേട്ടോ. ഏതെങ്കിലും മാന്യ വ്യക്തികളുടെ ചികിത്സയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ അവരുടെ അസുഖവുമായി ബന്ധപ്പെട്ട ജുഡി ഹുയി സൂചനായും അസുഖവുമായി ബന്ധപ്പെട്ട വല്ല ഇൻഫർമേഷൻസും ഒന്നും പ്രദാൻ കർണ ജനങ്ങൾക്ക് കൊടുക്കുന്നതിൽ നിന്നും ഇൻകാർ കിയാ ജാ സക്താ ഹൈ. നിയം ഇൻകാർ കിയാ ജാ സക്താ ഹൈ. ഈ വകയുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഈ നിയമത്തിലൂടെ ജനങ്ങൾക്ക് നൽകുന്നതിൽ നിരസിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്തുദ്ദേശത്തിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നതെന്നാണ് താഴെ കൊടുത്തേക്കുന്നത്. നോക്കിയേ. ആം ജനതാക്കി സുരക്ഷ തഥാ ഭലായി കെ ലിയെ, സാധാരണ ജനങ്ങളുടെ സുരക്ഷയും അതുപോലെ തന്നെ നന്മയും കണക്കിലെടുത്തുകൊണ്ട് പാർലമെന്റ് പാസാക്കിയ അധിനിയം, ഈ നിയമം ഫായ്ദ ഉഠാനെ ഹേതു, ഈ നിയമത്തിൻ്റെ ഉപയോഗം, അതായത് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതിന് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ തന്നേക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. കാരണം എന്തായാലും ഈ ഒരു ടോപ്പിക്ക് ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയ സ്ഥിതിക്ക് 11th കുട്ടികൾ എന്ന നിലയ്ക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ചൊന്ന് മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണെന്ന് ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കാം. ഭരണക്രമത്തിലെ എല്ലാ മേഖലകളെയും സംബന്ധിച്ച വിവരങ്ങൾ സ്വായത്തമാക്കുന്നതിലൂടെ പൊതു സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സമഗ്രമായി വിലയിരുത്താനും അതുപോലെ തന്നെ ആവശ്യമായ സന്ദർഭങ്ങളിൽ സർക്കാർ തീരുമാനങ്ങളിലും അല്ലെങ്കിൽ നയരൂപീകരണത്തിലും നിർണായക സ്വാധീനം ചെലുത്താനും ജനങ്ങളെ പ്രാപ്തരാക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. 2005 മെയ് 11 ലോക്സഭ പാസാക്കിയ വിവരാവകാശ നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് ശേഷം 2005 ഒക്ടോബർ 12 പ്രാബല്യത്തിൽ വന്നത്. ഓക്കെ, അധികാരം നിർവഹണത്തിൽ സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് കാലതാമസം, അതുപോലെ തന്നെ അഴിമതി, സ്വജനപക്ഷപാതം എന്നിവ ഇല്ലാതാക്കി കാര്യക്ഷമവും സംക്ഷിപ്തവുമായിട്ടുള്ള ഒരു ഭരണക്രമമാണ് ഈ നിയമത്തിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു പൊതുസ്ഥാപനത്തിൻ്റെ കൈവശത്തിലോ അല്ലെങ്കിൽ നിയന്ത്രണത്തിലോ ഉള്ള രേഖകൾ, പ്രമാണങ്ങൾ അല്ലെങ്കിൽ കുറിപ്പുകൾ അല്ലെങ്കിൽ സർക്കുലറുകൾ, പിന്നെ ഉത്തരവുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, മാതൃകകൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൻ, അതായത് ജനങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഈ നിയമപ്രകാരം പ്രമാണങ്ങളും രേഖകളും പ്രവൃത്തിയും പരിശോധിക്കാനുള്ള അവകാശം, പ്രമാണങ്ങളിൽ നിന്നും രേഖകളിൽ നിന്നും കുറിപ്പുകൾ എടുക്കുന്നതും അതുപോലെ തന്നെ അവയുടെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ എടുക്കുന്നതിനുമുള്ള അവകാശം, ഏത് പദാർത്ഥത്തിൻ്റെയും സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കുന്നതിനുള്ള അവകാശം, കമ്പ്യൂട്ടറിലോ അതുപോലെ മറ്റ് സംവിധാനങ്ങളിലോ ഇലക്ട്രോണിക് രീതിയിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങൾ ഇനി ഡെസ്കുകളിലോ ഫ്ലോപ്പികളിലോ എന്നിവയിൽ പകർത്തിയെടുക്കാനോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ടുകൾ വഴി എടുക്കുന്നതിനുള്ള അവകാശം അപേക്ഷകനിൽ നിക്ഷിപ്തമാണ്.
എന്നാൽ സൈന്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വിശിഷ്ട വ്യക്തികളുടെ രോഗം, ചികിത്സാ സംബന്ധമായ വിവരങ്ങൾ എന്നിവയൊന്നും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരികയില്ല. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ആ ഒരു ഇൻഫർമേഷൻസ് ഒന്നും ഒരു പൗരന് ഈ നിയമത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കില്ല. അതാണ് നിങ്ങൾക്ക് ഇവിടെ തന്നേക്കുന്ന സൂചനാക്ക അധികാർ അധിനിയമിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ലോ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. യഹ് ഹമാര അധികാർ ഹെ, ഇത് നമ്മുടെ അവകാശമാണല്ലേ. എന്താണ് നമ്മുടെ അവകാശം? സൂചനാക്ക അധികാർ അധിനിയം, അതായത് ലോ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമം. ഓക്കെ, എന്താണെന്നൊന്ന് നോക്കാം. അതിൻ്റെ രാജ്പത്രമാണ് ഇവിടെ തന്നേക്കുന്നത്, ഭാരത്. അതെന്താണെന്ന് ആദ്യം നമുക്കൊന്ന് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഡോണ്ട് വറി, അതങ്ങനെ നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതെന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, പ്രത്യേക ലോക പ്രാധികാരിക്ക്, പ്രത്യേക ലോക പ്രാധികാരി എന്ന് പറഞ്ഞാൽ പൊതു അതോറിറ്റി, അധികാരികൾ, അതിനെയാണ് പ്രാധികാരി എന്ന് പറയുന്നത്. കാര്യകരൺ, കാര്യകരൺ എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ. പാരദർശിത, സുതാര്യത. ഉത്തരദായിത്വ, ഉത്തരവാദിത്വം. സംവർദ്ധൻ, സംവർദ്ധൻ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ, അതിനെയാണ് സംവർദ്ധൻ എന്ന് പറയുന്നത്. പ്രത്യേക ലോക പ്രാധികാരി ഏതെങ്കിലും അല്ലെങ്കിൽ എല്ലാ പൊതു അതോറിറ്റികളുടെയും പ്രവർത്തനങ്ങളിൽ ഒരു സുതാര്യതയും ഉത്തരവാദിത്വവും പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും लोग प्राधिकारियों के नियंत्रणाधीन सूचना तक पहुंच सुनिश्चित करने के लिए लोग प्राधिകാരി പൊതു അധികാരികളുടെ പൊതു അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സൂചനകൾ ഇൻഫർമേഷൻസിൽ നമുക്ക് എത്തിച്ചേരുന്നത് സുനിശ്ചിത് എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും നാഗരിക് സിറ്റിസൺസ് പൗരന്മാരുടെ സൂചന കെ അധികാർ കി വ്യാവഹാരിക് ശാസന, അതായത് പ്രായോഗികമായിട്ടുള്ള ഒരു പ്രായോഗിക ഭരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൂചന കെ അധികാർ കി വ്യാവഹാരിക് ശാസൻ പദ്ധതി സ്ഥാപിത് കർണേ കെ ലിയെ, നാഗരിക് ജനങ്ങളുടെ ആ ഒരു ഇൻഫർമേഷൻസിന് അറിയാനുള്ള അവരുടെ അവകാശത്തിനെ പ്രായോഗിക ഭരണ പദ്ധതിയായി സ്ഥാപിക്കുന്നതിനു വേണ്ടിയിട്ടും കേന്ദ്രീയ സൂചന ആയോഗ്, ഒരു കേന്ദ്ര വിവര കമ്മീഷൻ, ആയോഗ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ, കേന്ദ്രീയ സൂചന ആയോഗ്, കേന്ദ്രീയ എന്ന് പറഞ്ഞാൽ കേന്ദ്ര വിവര കമ്മീഷൻ, തഥാ അതോടൊപ്പം സംസ്ഥാന, അതായത് രാജ്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം എന്നാണ് അർത്ഥം കേട്ടോ, രാജ്യ സൂചന ആയോഗ്, സംസ്ഥാന വിവര കമ്മീഷൻ കാ ഗഠൻ കർണേ, അതായത് അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം ഉൻസെ സംബന്ധിത്, അതുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ഉൻസെ അനുഷംഗിക് എന്ന് പറഞ്ഞാൽ പ്രസക്തമായ, അതിനുമായി അനുഷംഗിക് വിഷയവും ഒന്നുകിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അനുഷംഗിക് അതുമായി അതിലെ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളോ ഉപബന്ധ കന്നേക്കേലിയെ അധിനിയം, അതായത് ഇതെല്ലാം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് ഏത് നിയമം? സൂചനാക്ക അധികാർ അധിനിയം 2005, ലോ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ 2005 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത പേജ് നോക്കിയേ. കോലാജ് ദേഖേ, ഇതെന്ന് പറയുന്നത് പാദ ടിപ്പണി എഴുതാനായിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് തോന്നുന്ന ആശയം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം അതിൻ്റെ പാദ ടിപ്പണി അടിക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദൃശ്യനെ ആപ്കെ ദിൽ മേ കോൺസി പ്രതിക്രിയ ജഗായി ഹെ, ഈ ഒരു ദൃശ്യം നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രതിക്രിയയാണ് വരുത്തിയത് എന്നുള്ളത് മനസ്സിലാക്കി അത് അടിക്കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് നമുക്ക് നോക്കുമ്പോൾ കുറേ കുട്ടികൾ, കുഞ്ഞു മക്കളിരുന്ന് എന്ത് ചെയ്യാണ്? ജോലികൾ ചെയ്യുകയാണല്ലേ. പക്ഷേ അവരുടെ ഈ പ്രായത്തിൽ അവർ ജോലി ചെയ്യേണ്ട കുട്ടികളല്ല, അവർ പഠിക്കേണ്ട കുഞ്ഞുങ്ങളാണല്ലേ. അവരങ്ങനെ ജോലി ചെയ്യുകയാണ്. അതാണ് അതിൽ മെയിൻ കണ്ടൻ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടന്റ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? ആജ് കാ ബച്ച കൽ കാ നാഗരിക് ഹെ, ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് നാളത്തെ പൗരന്മാരാണല്ലേ. ഹർ ഏക് ബച്ചേക്കോ ശിക്ഷ ദേനാ ചാഹിയെ, ഓരോ കുട്ടികൾക്കും എന്ത് നൽകേണ്ടതായിട്ടുണ്ട്? എഡ്യൂക്കേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. പഠനെ കെ സമയ പർ ബച്ചോं को खाने के लिए काम करवाना बहुत अच्छा ബാത് नहीं है, बहुत बुरे बात है. അതായത് പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, ആഹാരത്തിന് വേണ്ടി അവർ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ബാൽശ്രം, പീഡ,
ഹേ ബാൽശ്രം, അതായത് ബാലവേല എന്ന് പറയുന്നത് വേദനയാണ്, അതൊരു ശിക്ഷാർഹം. കാനൂൻ കെ അനുസാർ വോ തോ റോക് ഗയാ ഹേ, കാനൂൻ നിയമപ്രകാരം അത് നിർത്തലാക്കിയതാണ്. ബാൽ വ്യവസ്ഥ, അതായത് ബാലവേല നിർത്തലാക്കിയിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ല. ഇത്തരത്തിൽ നിങ്ങളുടെ സ്വന്തം ആശയങ്ങൾ അവിടെ അടിക്കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. बात टिप्पणी की परख मेरी ओर से लक्ष्यार्थ पर केंद्रित है, समूचे भाव को आत्मसात किया है, പ്രഭാവശാലി है. ഈ ഒരു പോയിന്റ്സിനെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പ്രഭാവശാലിയായിട്ടുള്ള ഒരു അടിക്കുറിപ്പ് നിങ്ങൾ ആ ഒരു ചിത്രത്തിനെ റിലേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതിനോടൊപ്പം ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ലെറ്റർ ഫോർമാറ്റ് തന്നിരിക്കുന്നത്. സൂചനാക്ക അധികാർ അധിനിയമിൻ്റെ ഒരു പത്ര, അതായത് ഒരു ലെറ്റർ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഈ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ആർക്ക് എഴുതേണ്ടതാണത്? സാർവജനിക് സൂചന അധികാരിക്ക് നാം പത്ര. സാർവജനിക് സൂചന അധികാരി എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ പേരിൽ ഒരു കത്ത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ഓക്കെ. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് സൂചനാ അധികാര പത്രം എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് എക്സാമിന് ഐ തിങ്ക് ഇത് 8 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഈ ഫോർമാറ്റ് വളരെ എളുപ്പമുള്ള ഫോർമാറ്റാണ്. ഓർത്ത് വെച്ചിരുന്നാൽ ഇതിലാകെയുള്ളൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ടെന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക്, ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ടോപ്പിക് ഏതാണോ അതിനെ റിലേറ്റ് ചെയ്തിട്ട് 1-2 ക്വസ്റ്റ്യൻസ് അവിടെ എഴുതി ചേർക്കുക എന്നുള്ളത് മാത്രമാണ് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. മിക്കവാറും ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാകും. അതെല്ലാം എടുത്ത് എഴുതേണ്ട കാര്യമേ ഉള്ളൂ. ഓക്കെ. അപ്പം നമുക്കിനി ഫോർമാറ്റിലേക്ക് കിടക്കാം. ആദ്യം നോക്കി സേവാമയം. സേവാമയം എന്ന് പറഞ്ഞാൽ ടു അഡ്രസ്, അതിനെയാണ് നമ്മൾ സേവാമയം എന്ന് പറയുന്നത്. ടു ആണ് സേവാമയം. ആദ്യം അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ലെറ്റർ ഫോർമാറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് സേവാമയം ടു അഡ്രസ് ആണ് എഴുതേണ്ടത്. ആർക്കാണ് കത്ത് എഴുതാനെന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? സാർവജനിക് സൂചന അധികാരിക്കോ പത്ര ലിഖ്നാ ഹൈ നാ. तो सार्वजनिक सूचना अधिकारी पब्लिक इन्फॉर्मेशन ऑफिसर റോസ്ഗാർ മന്ത്രാലയ. റോസ്ഗാർ എന്ന് പറഞ്ഞാൽ തൊഴിൽ മന്ത്രാലയം, അതാണ് റോസ്ഗാർ മന്ത്രാലയ, ഭാരത് സർക്കാർ, നൈദില്ലി. അതിൻ്റെ അഡ്രസ്സാണ്. ആർക്കാണോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് അവരുടെ അഡ്രസ്സ്, ടു അഡ്രസ്സാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. അതിനോടൊപ്പം തന്നെ നോക്കിയേ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ടു അഡ്രസ്സ് എഴുതിയത്, നേരെ ഓപ്പോസിറ്റായിട്ട് ഒരല്പം താഴ്ത്തി ഈ ഒരു ഓപ്പോസിറ്റായിട്ട് തന്നെ 10 रुपये का टाक टिकट, ടാക് ടിക്കറ്റ് 10 रुपये എന്ന് ഒരു കോളത്തിനാക്കി എഴുതിയിടുക. അതായത് 10 രൂപയുടെ സ്റ്റാമ്പ്. അത് മസ്റ്റായിട്ടും ഈ ഫോർമാറ്റിൽ വരുന്നതാണ്, അത് വിട്ടുപോകരുത്, അത് ആവശ്യമുള്ളതാണ്, അവിടെ എഴുതേണ്ടതാണ്. സ്റ്റാമ്പിനെയാണ് നമ്മൾ ഹിന്ദിയിൽ ടാക് ടിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു കോളം, ഒരു സ്ക്വയർ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ പോലെ വരയ്ക്കുക, അതിനകത്ത് ടാക് ടിക്കറ്റ് 10 रुपये എന്ന് എഴുതുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എഴുതേണ്ട 2 ഘട്ടങ്ങൾ. അതിനുശേഷം ഈ കോളത്തിൽ 5 കോളംസ് ആണ് ഉള്ളത്. ഈ 5 കോളംസിൽ ഫസ്റ്റ് കോളം എന്താണെന്ന് നോക്കി. ആവേദക നാം. ആവേദക് എന്ന് പറഞ്ഞാൽ അപേക്ഷകൻ. ആരാണോ അപേക്ഷിക്കുന്നത് അയാളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. അപേക്ഷിക്കുന്ന ആളിൻ്റെ പേര് നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നേക്കുന്നത് ഹരിത എം. അതായത് ഈ ഒരു ലെറ്റർ, ഈ ഒരു സൂചന അധികാർ പത്ര എഴുതുന്ന ആൾ ആരാണ്? ഹരിത എം ആണ്. ടാക്ക പൂരാ പത്ത, അതായത് ഹരിത എം, അതായത് എഴുതുന്ന ആൾ ആവേദക് അപേക്ഷകൻ്റെ പൂർണ്ണ അഡ്രസ്സാണ് സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത്. ഹരിതം, ശാന്തിനഗർ, തിരുവനന്തപുരം 22. ഓക്കെ. അപ്പോൾ ഠാക്ക പൂരാ പത്ത എന്ന് പറയുന്നത് ആവേദക പത്ത യഹാ ലിഖ്നാ ചാഹിയെ, അപേക്ഷകൻ്റെ അഡ്രസ്സാണ് സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത്. അടുത്ത തേർഡ് കോളത്തിൽ എന്താണെന്ന് നോക്കി. സൂചനാക്ക വിഷയ, അതായത് നമുക്ക് എന്ത് ഇൻഫർമേഷൻ ആണോ നമുക്ക് കിട്ടേണ്ടത്, അതായത് എന്ത് വിഷയത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണോ നമുക്ക് കിട്ടേണ്ടത്, ആ വിഷയമാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഏത് വിഷയമാണ്? ബാൽശ്രം, ബാലവേല റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, സൂചനകളാണ് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിഷയം അവിടെ മെൻഷൻ ചെയ്യുക. എന്തെന്ന് എഴുതിയേക്കുന്നത് നോക്കിയേ. ബാൽശ്രം കോ റോക്നെ കെ ലിയെ റോസ്ഗാർ മന്ത്രാലയ
मंत्रालय द्वारा की गई കാര്യവായിയും से संबंधित. കാര്യവായി എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളെയാണ് കാര്യവായി എന്ന് പറയുന്നത്. ബാൽശ്രം എന്ന് പറഞ്ഞാൽ ബാലവേല നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട്, റോക്നേക്കേലിയെ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽ മന്ത്രാലയം വഴി നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ളതാണ് വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, മാംഗി ഗയി സൂചനാക്കാ വിവരം. ഇപ്പം നമ്മൾ ആദ്യം ടു അഡ്രസ് എഴുതി, നേരെ ഓപ്പോസിറ്റ് ഠാക് ടിക്കറ്റ് 10 രൂപയെ, അത് കഴിഞ്ഞ് 5 കോളംസ് ആണ്. അതിൽ ഫസ്റ്റ് കോളം അപേക്ഷകൻ്റെ പേരെഴുതുക, രണ്ടാമത്തെ കോളം ഠാക് കാ പൂരാ പത്ത, അപേക്ഷിക്കുന്ന ആളാരാണോ അയാളുടെ അഡ്രസ്സ് എഴുതുക, മൂന്നാമത്തെ കോളം സൂചനാക്ക വിഷയം, നമുക്ക് എന്ത് ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടാണോ ഇൻഫർമേഷൻ വേണ്ടത് ആ ടോപ്പിക്കിനെ അവിടെ മെൻഷൻ ചെയ്യുക. നാലാമത്തെ കോളം മാംഗി ഗയി സൂചനാക്ക വിവരം, നമ്മൾക്ക് ആ ഒരു ഇൻഫർമേഷൻസ് ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് അറിയേണ്ടത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്, അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ കോളത്തിൽ എഴുതേണ്ടത്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്പർ ഇട്ട് നമ്പർ ബൈ തന്നെ നിങ്ങൾ ഇതിന് ക്വസ്റ്റ്യൻസ് എഴുതുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വേണം ഇവിടെ ഈ കോളം ഫില്ല് ചെയ്യേണ്ടത്. ഒരിക്കലും ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് അവരോട് ചോദിക്കുകയാണ്, അവരത് നമുക്ക് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ കോളത്തിൽ ചോദിക്കേണ്ടത്. മാംഗി ഗയി സൂചനാക്ക വിവരങ്ങൾ. ഓക്കെ, ഇതിപ്പോൾ 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് 2 എണ്ണമാണ് ഓർമ്മ കിട്ടുന്ന ക്വസ്റ്റ്യൻസ്, എനിക്ക് 2 എണ്ണം മതിയാവും, നോ പ്രോബ്ലം, 2 എണ്ണം ധാരാളമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ബാൽശ്രം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ഞാൻ വായിച്ച് മനസ്സിലാക്കിപ്പിച്ചു തരാം. ക്യാ ഭാരത് മേ ബാൽശ്രം പർ കാനൂനി റോക്ക് ഹെ? എന്താ ഭാരതത്തിൽ ബാലവേലയ്ക്ക് നിയമപരമായി നിർത്തലാക്കിയിട്ടുണ്ടോ? तो ബാൽശ്രം रोकने और उसके खिलाफ समाज को सचेत करने, खिलाफ എന്ന് പറഞ്ഞാൽ എതിരായി, സജീത് കർണ എന്ന് പറഞ്ഞാൽ ബോധവൽക്കരിക്കുക. ഓക്കെ, അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിർത്തലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ, നിർത്തലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിർത്തലാക്കിയിട്ടുണ്ടെങ്കിൽ ബാലവേലയെ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് എതിരായി ജനങ്ങളെ എന്താ പറയണേ, ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള വ്യവസ്ഥകളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രാവധാനം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ मंत्रालय द्वारा रोजगार जगहों में सूचना पट लगवाने की कौन कौन सी कार्यवाहियाँ ली गई हैं? मंत्रालय द्वारा അതിലൂടെ തൊഴിൽ ജഗഹോമേം, ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങളിൽ, തൊഴിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം സൂചനാ പട് എന്ന് പറഞ്ഞാൽ അറിയിപ്പ് ബോർഡിനെയാണ് സൂചനാ പട് എന്ന് പറയുന്നത്. ലഘുവാനേക്കേലിയെ വെക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ട്, അവിടെ ഹാഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഹാങ് ചെയ്ത് ഇടുന്നതിന് വേണ്ടിയിട്ട് കോൺസി കാര്യവാഹിയാം ലീഗ് ഹേ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മന്ത്രാലയത്തിലൂടെ സാധാരണ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതേമാതിരി അറിയിപ്പ് ബോർഡ് ബാലവേല നിയമപരമായി നിർത്തലാക്കിയിട്ടുള്ളതാണ്, അത് ശിക്ഷാർഹമാണ് എന്ന ഒരു അറിയിപ്പ് ബോർഡ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലീ ഗയി ഹെ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ബാൽശ്രം കെ ബാരെ മേം പതാ ചൽനെ പർ കിസ് കാര്യാലയമേം സൂചന ദേനി ഹെ? ബാലവേലയെക്കുറിച്ച് അറിയുന്നതിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്തിലോ ബാലവേല ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ കിസ് കാര്യാലയമേം സൂചന ദേനി ഹെ, ഏത് ഓഫീസിലാണ് അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കേണ്ടത്, അതാണ് ഒരു ക്വസ്റ്റ്യൻ. कार्यालय का दूरभाषा उपलब्ध करा सकते हैं? कार्यालय ഓഫീസിലെ ദൂരഭാഷ എന്ന് പറഞ്ഞാൽ ടെലിഫോൺ നമ്പർ ലഭിക്കാൻ എന്താ പറയണേ, ടെലിഫോൺ നമ്പർ ലഭിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് ടെലിഫോൺ നമ്പർ കിട്ടാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. बाल श्रम के लिए प्रेरित करने वालों को मिलने वाला अधिकतम दंड क्या है? अधिकतम എന്ന് പറഞ്ഞാൽ പരമാവധി, ദണ്ഡ് എന്ന് പറഞ്ഞാൽ ശിക്ഷ. അതായത് ബാൽശ്രം, ബാലവേലയ്ക്ക് വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പരമാവധി ശിക്ഷ എന്താണ്, അതാണ് ക്വസ്റ്റ്യൻ. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് 4ാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. 5th കോളത്തിൽ എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ചോദിച്ച ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നമുക്കൊരു റിട്ടേൺ റിപ്ലൈ കിട്ടണ്ടേ? ആ റിപ്ലൈ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? ഠാക് ദ്വാര യാ ദസ്തി മേ. ഠാക് ദ്വാര എന്ന് പറഞ്ഞാൽ പോസ്റ്റലായിട്ടാണോ അതോ
വ്യക്തി മുഖേനയാണോ കിട്ടേണ്ടത് എന്നാണ് ഓപ്ഷൻ. ഇതൊക്കെ ഈ ഹെഡിങ്സ് ഒക്കെ വേണ്ടി വരും കേട്ടോ. ഹെഡിങ്സ് എല്ലാം പഠിച്ചു വെക്കണം. അതായത് മെയിൻ എന്താ പറയുക, ഇതെല്ലാം നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ് ആണ്. ഇതെല്ലാം എഴുതിയിട്ടാണ് ഇവിടെ നമ്മളത് ഫില്ല് ചെയ്യേണ്ടത്. സോ ഇതെല്ലാം പഠിക്കേണ്ടത് തന്നെയാണ്. സൂചന ഠാക് യാ ദസ്തിമേം, ഇത് പോസ്റ്റലായിട്ടാണോ അതോ വ്യക്തി മുഖേനയാണോ കിട്ടേണ്ടത്? നമുക്ക് എന്ത് രൂപത്തിലാണ് കിട്ടേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്? ഠാക് ദ്വാര, പോസ്റ്റലായിട്ടാണ് കിട്ടേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ബോഡി ഓഫ് ദ ലെറ്റർ, അതായത് മെയിൻ പാർട്ടിലുള്ള 5 കോളത്തിൽ മെയിനായിട്ട് തന്നേക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ താഴെ പ്ലേസ്, ഡേറ്റ്, പ്ലേസ് തിരുവനന്തപുരം, ഡേറ്റ് 10/7/2014. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ഥാൻ, ദിനാങ്ക്. ഓക്കെ, ഇപ്പുറത്ത് അതേമാതിരി തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസും ഡേറ്റും എഴുതിയത്, സ്ഥാൻ ദിനാങ്ക് എഴുതിയത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുന്നത്, ഹസ്താക്ഷരം എന്ന് പറഞ്ഞാൽ ഒപ്പ്, കയ്യൊപ്പിനെയാണ് ഹസ്താക്ഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഹരിതായം. ഇപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ ഞാൻ എടുത്തതിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ആവേദക്, ഹരിതായം, ഹരിതം, ശാന്തിനഗർ, തിരുവനന്തപുരം. ഹസ്താക്ഷരം ശാന്തിനഗർ, തിരുവനന്തപുരം എന്ന് എഴുതുക, അത്രയേ ഉള്ളൂ. അതായത് അവരുടെ അഡ്രസ്സും ഒപ്പും, അത്രയും മതി. പേര്, അഡ്രസ്സ്, ഒപ്പ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഭവതി എന്ന് എഴുതാം, ഹസ്താക്ഷരം എഴുതുക, പേരെഴുതുക, അവരുടെ പൂർണ്ണ അഡ്രസ്സ് എഴുതുക. ആവേദക്, താഴെ നമ്മൾ ആവേദക് എന്ന് എഴുതണം. ഈ ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഹസ്താക്ഷരം മുകളിലായിട്ട് ആവേദക്, അപേക്ഷകൻ എന്ന് എഴുതണം. ഹസ്താക്ഷർ ഇപ്പോൾ ഹരിതായം, ഹരിതം, ശാന്തിനഗർ, തിരുവനന്തപുരം. ഓക്കെ, ഇത് ഇത്ര ഇവിടെ എഴുതണം കേട്ടോ. ഞാനത് PPT എടുത്തപ്പോഴത്തേക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റിലുണ്ട്, സംശയമുള്ളൊരു ടെക്സ്റ്റിൽ നോക്കുക. ഇതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഇതിലേക്ക് പോവാം. അനുവർത്തി കാര്യം, പത്രയ്ക്ക് ആധാർ പർ ലിഖേ, അതായത് നമ്മളിപ്പോൾ ലെറ്റർ എഴുതിയപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ലെറ്ററിൽ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തന്നേക്കുന്നു, അത്രയേ ഉള്ളൂ. ഭേജ്നെ വാലെ, ഹരിതായം, അതായത് അയക്കുന്ന ആൾ, അപേക്ഷകൻ, അതാരാണ്? ഹരിതായമാണ്. പാനേവാല എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൾ, അതായത് നമ്മൾ അയക്കുന്ന കത്ത് ആരുടെ കയ്യിലാണോ കിട്ടേണ്ടത് അതാണ് പാനേവാല. സാർവജനിക് സൂചനാ അധികാരി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് ആ ഒരു കത്ത് കിട്ടേണ്ടത്. ദിനാങ്ക്, ഡേറ്റ്. സ്ഥാൻ, സ്ഥലം. വിഷയം, ബാൽ ശ്രംസെ സംബന്ധിത്, ബാലാശ്രം അല്ല, ടൈപ്പിംഗ് എററാണ്. ബാൽ ശ്രംസെ സംബന്ധിത്, അതായത് ബാലവേല റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ വിഷയം. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു പേജ് തന്നേക്കുന്നതേ ഉള്ളൂ കേട്ടെ, മനസ്സിലാക്കുക. ഭേജ്നേവാല എന്ന് പറഞ്ഞാൽ അയക്കുന്നയാൾ, അപേക്ഷകൻ. പാനേവാല എന്ന് പറഞ്ഞാൽ ഈ ലെറ്റർ കിട്ടുന്നത് ആർക്കാണോ അതാണ് പാനേവാല. ഭേജ്നേവാല എന്ന് പറഞ്ഞാൽ ഫ്രം അഡ്രസ്, പാനേവാല എന്ന് പറഞ്ഞാൽ ടു അഡ്രസ്. ഇത്രയും ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, പാടക്നാമ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പാടക്നാമയിലേക്ക് കിടക്കാം. പാടക്നാമ എന്ന് പറഞ്ഞാൽ ഈ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഫീച്ചറുകൾ, മുഖപ്രസംഗങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചോ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് വായനക്കാരൻ പത്രത്തിൻ്റെ എഡിറ്ററുടെ പേരിൽ അയക്കുന്ന കത്തിനെയാണ് നമ്മൾ പാടക്നാമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായനക്കാരുടെ പ്രതികരണങ്ങൾ എന്ന പേരിൽ പത്രങ്ങളിൽ ഇത്തരത്തിലുള്ള എഴുത്തുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇത്തരം കത്തുകൾ വാർത്തയെക്കുറിച്ചോ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചോ വായനക്കാരൻ്റെ പ്രതികരണമാണ്. ഓക്കെ, അങ്ങനെ ഒരു പാടക്നാമയാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. ആ പാടക്നാമ തന്നതിന് ശേഷം അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു സൂചന അധികാർ പത്ര റെഡിയാക്കാനും നമുക്കൊരു ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം പാടക്നാമ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം, അതിനുശേഷം അതിലേക്ക് കിടക്കാം. ഓക്കെ, സർക്കാരി ഉച്ച മാധ്യമിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. സർക്കാരി ഉച്ച മാധ്യമിക് സ്കൂൾ ചിറ്റാരിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിറ്റാരിപ്പറമ്പ് മേ ഏകദേശം 3000 छात्र अध्ययन कर रहे हैं. അതായത് ചിറ്റാരിപ്പറമ്പിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം 3000 ഛാത്ര കുട്ടികളാണ് പഠനം നടത്തുന്നത്. വേ ഷഹർ കി വിഭിന്ന ജഗഹോं से आते हैं. അവർ ആ പട്ടണത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അധികാംശം എന്ന് പറഞ്ഞാൽ അധികവും കൂടുതൽ ഛാത്ര കുട്ടികൾ ബസ് കാ സഹാര ലേത്തെ ഹെ, ബസ്സിനെയാണ്
ആശ്രയിക്കുന്നത്. സഹാര ലേന എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ബസ് കം ഹോനേക്ക് വജഹ്സെ, ബസ് കം ഹോന എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്നതിന് കാരണം, വജഹ്സെ കാരണത്താൽ, ഛാത്രോങ്കോ ബഡി പരേശാനി ഹോത്തി ഹെ, കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അധികാരിയോं के सामने कई बार यह समस्या लाई गई पर कोई फायदा नहीं हुआ. അധികാരികളുടെ മുന്നിലേക്ക് ഈ ഒരു സമസ്യ, ഈ ഒരു പ്രോബ്ലത്തിനെ പല തവണ കൊണ്ടെത്തിച്ചായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായില്ല. ജൽദ് ഹി ജൽദ് ഇസ് പർ കാര്യവായി കർനെ കി ജറൂരത് ഹെ, എത്രയും പെട്ടെന്ന് തന്നെ ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇത് പാഠക്നാമ, ഈ ഒരു പാഠക്നാമ ഇവിടെ തന്നിരിക്കുന്നത്. ആരാണത്? രാജേഷ് കുമാർ, സദസ്യ, അധ്യാപക് അഭിഭാവക് സംഘ്. സദസ്യ എന്ന് പറഞ്ഞാൽ അംഗം, അധ്യാപക് അഭിഭാവക് സംഘം എന്ന് പറഞ്ഞാൽ PTA, പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഓക്കെ, രാജേഷ് കുമാർ സദസ്യാണ്, അംഗാണ്. അധ്യാപക് അഭിഭാവക് സംഘിലെ, അതായത് PTA മെമ്പറാണ്, PTA അസോസിയേഷനിലെ മെമ്പറാണ് രാജേഷ് കുമാർ എന്ന് പറയുന്നത്. ഓക്കെ, പാഠക്നാമ കി വിഷയ പർ ക്യാ കാർവായി കീ ഗയി, ഈ ഒരു പാഠക്നാമയെ വിഷയത്തിൽ എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തിയത്? उसकी जानकारी पाने के लिए सार्वजनिक सूचना अधिकारी जिला परिवहन कार्यालय കണ്ണൂർ के नाम एक सूचना अधिकार पत्र तैयार कीजिए. ഈ ഒരു പാഠക്നാമയിലെ വിഷയത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് എടുത്തിട്ടുള്ളത്? ഉസ്കി ജാൻകാരി പാനെ കെ ലിയെ, അതിൻ്റെ അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് സാർവജനിക് സൂചന അധികാരിയുടെ പേരിൽ ജില്ലാ പരിവഹൻ കാര്യാലയ കണ്ണൂർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിൽ ജില്ലാ പരിവഹൻ കാര്യാലയ കണ്ണൂർ കെ നാം ഏക് സൂചന അധികാർ പത്ര തയ്യാർ കീജിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കണം, ജില്ലാ പരിവഹൻ കാര്യാലയ, പരിവഹൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്കാണ്, ജില്ലയിലെ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക്, കണ്ണൂരിലെ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് സാർവജനിക് സൂചന അധികാരിക്ക് ഒരു സൂചനാധികാർ പത്ര തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നേരത്തെ തന്ന ഫോർമാറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യനിന് റിലേറ്റഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഫോർമാറ്റ് ലെറ്റർ റെഡിയാക്കിയിട്ടുണ്ട്, നമുക്കതിലോട്ട് കിടക്കാം. ഓക്കെ, ഇത് ഞാൻ നമൂന ഏക്ക് നിട്ടേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ പാഠപുസ്തകത്തിൽ ഈ വിവരാവകാശ നിയമപ്രകാരം തയ്യാറാക്കുന്ന എഴുത്തിൻ്റെ ഔദ്യോഗിക രൂപമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, എന്നാൽ കേരളത്തിൽ നമുക്കിന്ന് വിവരാവകാശ നിയമപ്രകാരം തയ്യാറാക്കുന്ന ഈ എഴുത്തുകളിലൊക്കെ ഇതിൽ നിന്ന് വേറിട്ട ശൈലി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് അനുകരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നമൂനയാണ്, ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്ത് തന്നെ ഞാൻ ആ ഒരു ഫോർമാറ്റും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ നമൂന ഏക്ക് എന്നിട്ടത്. ഫോർമാറ്റ് നമ്പർ 1 ഏതാണെന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നേക്കുന്ന ഫോർമാറ്റാണ് ആദ്യം ഞാൻ ആ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ തന്നേക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞു സേവാമേ ടു അഡ്രസ്സ്, ഓൾറെഡി നമുക്ക് ടു അഡ്രസ്സോട് കൂടിയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അല്ലേ. ടു അഡ്രസ്സ് തന്നെ ഇതിൽ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. ആരുടെ പേരിലാണ് എഴുതേണ്ടത്? സാർവജനിക് സൂചനാ അധികാരി ജില്ലാ പരിവഹൻ കാര്യാലയ കണ്ണൂർ, ഇതാണ് നമ്മുടെ ടു അഡ്രസ്സ്. അപ്പോൾ സേവാമയം എന്ന് എഴുതുക, സാർവജനിക് സൂചന അധികാരി സഡക് പരിവഹൻ കാര്യാലയ എന്ന് ഞാൻ അവിടെ എഴുതിയ എന്താണെന്ന് വെച്ചാൽ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസിലേക്കാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ലെറ്റർ അയക്കേണ്ടത്. ഈ സഡക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ്, റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസ് എന്ന രീതിയിലാണ് എഴുതിയത്. നിങ്ങൾക്ക് അവിടെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസ് എന്ന രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ ജില്ലാ പരിവഹൻ കാര്യാലയ ക്വസ്റ്റിന് കിടക്കുന്ന അതേപടി എഴുതിയാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, കണ്ണൂർ കേരള, അതാണ് ടു അഡ്രസ്. സൈഡിലായിട്ട് സ്റ്റാമ്പ് എന്നല്ല, ടാക് ടിക്കറ്റ് എന്ന് തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ. ടാക് ടിക്കറ്റ് 10 रुपये, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, അതിനകത്ത് ടാക് ടിക്കറ്റ് 10 रुपये എന്ന് എഴുതുക. അടുത്ത് കോളം നമ്പർ ഫസ്റ്റ് നമ്മുടെ ഏതാണ്? ആവേദക നാം, അപേക്ഷകൻ്റെ പേര് രാജേഷ് കുമാർജി ആണല്ലേ അപേക്ഷിച്ചേക്കുന്നത്. ടാക്ക പൂറ പത്ത, സദസ്യ അധ്യാപക അഭിഭാവക് സംഘ് ചിട്ടാരിപ്പറമ്പ് ഉച്ച മാധ്യമിക് സ്കൂൾ കണ്ണൂർ. ഈ അഡ്രസ്സ് എവിടെ? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഇല്ലേ? അയച്ച ആളാരാണ്? രാജേഷ് കുമാർജിയുടെയാണ് ഈ ഒരു പാഠക്നാമ, അദ്ദേഹം അയച്ചതാണ്. അപ്പോൾ നമ്മുടെ ഫ്രമ്മും ഫ്രം ആരാണ്? രാജേഷ് കുമാർജിയാണ്. അപേക്ഷകൻ്റെ പേര് രാജേഷ് കുമാറാണ്, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സാണ് എഴുതേണ്ടത്. അദ്ദേഹം ആരാണ്? രാജേഷ് കുമാർ, സദസ്യ അധ്യാപക അഭിഭാവക് സംഘ് സർക്കാരി ഉച്ച മാധ്യമിക് സ്കൂൾ ചിട്ടാരിപ്പറമ്പ് അല്ലേ, ആ അഡ്രസ്സ് മാധ്യമിക് സ്കൂൾ കണ്ണൂർ, ഈ അഡ്രസ്സ് ഇവിടെ എഴുതുക. സെക്കൻഡ്, ടാക്ക പൂര പത്ത, അപേക്ഷകൻ്റെ പൂർണ്ണ അഡ്രസ്സ്. തേർഡ്, സൂചനാക്ക വിഷയം. ആദ്യം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഉള്ള
സൂചനയുടെ വിഷയം എന്തായിരുന്നു? ബാൽ ശ്രം കെ വിഷയം അല്ലേ, അതായത് ബാലവേല റിലേറ്റഡ് ആയിരുന്നു. നമുക്കിപ്പം തന്നേക്കുന്ന സൂചനയുടെ വിഷയം എന്താണ്? चिट्टारीपरंब स्कूल के छात्रों की बस यात्रा संबंधी परेशानियों पर सड़क परिवहन कार्यालय द्वारा की गई കാര്യവാഹിയും സെ സംബന്ധിത് അല്ലേ, അതായത് ചിറ്റാരിപ്പറമ്പ് സ്കൂളിലെ കുട്ടികളുടെ ബസ് യാത്രയുമായി റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളിൽ സഡക് പരിവഹൻ കാര്യാലയ, അതായത് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസ് അല്ലെങ്കിൽ ജില്ലാ പരിവഹൻ കാര്യാലയ, ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസ് ദ്വാരാ की गई കാര്യവാഹിയാം സെ സംബന്ധിത്, ഈ ഒരു ട്രാൻസ്പോർട്ട് ഓഫീസ് എടുത്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, ആ വിഷയത്തിനെ നമ്മൾ തന്നെ അവിടെ അങ്ങ് എഴുതുക, അത്രയേ ഉള്ളൂ. അടുത്ത കോളത്തിലാണ് മാംഗി ഗയി സൂചനാക്ക വിവരൻ. ഈ ഒരു വിഷയത്തിൽ നമുക്കറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി നമ്പർ ഇട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതുക, അത് നിർബന്ധമാണ്. सवेरे 8 बजे से 9:30 बजे तक स्कूल की और कितनी बसें चलती हैं? രാവിലെ 8 മണി മുതൽ 9:30 മണി വരെ, 9:30 എന്ന് പറഞ്ഞാൽ 9:30 മണി വരെ സ്കൂളിലേക്ക് എത്ര ബസ്സുകളാണ് പോകുന്നത്? സ്കൂളിൻ്റെ റൂട്ടിലേക്കുള്ള ബസ്സുകൾ എത്രണ്ണമാണ്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് ബസ് യാത്രാക്കി പരേശാനിയും പർ ഛാത്രോം ദ്വാരാ കീ ഗയി ശിക്കായത്, പരാതി, ശിക്കായത്ത് എന്ന് പറഞ്ഞാൽ പരാതി, പർ കാര്യാലയ की ओर से क्या क्या കാര്യവാഹി की गई है? കുട്ടികൾ ബസ് യാത്രയിലുള്ള അവരുടെ ബുദ്ധിമുട്ടുകളിൽ കുട്ടികൾ തന്ന ആ ഒരു പരാതിയിൽ ഓഫീസ് എന്ത് നിയമ നടപടികൾ അല്ലെങ്കിൽ എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയണം, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. थर्ड क्वेश्चन, स्कूल की ओर क्या नई बसों के लिए परमिट देने का निर्णय कार्यालय ने लिया है? എന്താ, ബസ് സ്കൂളിലേക്കുള്ള ബസ് റൂട്ടിൽ ബസ്സുകളുടെ പെർമിറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പം ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം, എന്തെങ്കിലും തീരുമാനങ്ങൾ ഓഫീസ് എടുത്തിട്ടുണ്ടോ? സമയത്താലിക സഹിത വിവരണത്തെ, അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സമയത്താണ് പുതിയ ബസ്സുകളുടെ സമയമെന്നുള്ളത് ഉള്ള സമയത്താലിക, അങ്ങനെ ഒരു ടൈം ലിസ്റ്റ് ഉൾപ്പെടെ തന്നെ നമുക്കൊരു വിവരണം അയച്ചു തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 3 എഴുതിയിട്ടുണ്ട്. അടുത്ത സൂചന ഠാക്ക് യാ ദസ്തീമേം, ഇത് അതേപടി പഠിച്ചു വെച്ചിരുന്നാൽ മതി, അത് അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. സൂചന ഠാക്ക് യാ ദസ്തീമേം, ഠാക്ക് ദ്വാര, പോസ്റ്റലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ലാസ്റ്റ് ചിറ്റാരിപ്പറമ്പ്, സ്ഥലം, ഡേറ്റ്, ചില സ്ഥലവും ഡേറ്റും എഴുതുക. തൊട്ടിപ്പുറത്ത് ഞാൻ പറഞ്ഞില്ല, ടൈപ്പിങ്ങിൽ കുറച്ച് എറർ വന്നുകൊണ്ടാണ്. ഇതേമാതിരിയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിയാൽ അതിൻ്റെ ഇതുണ്ടാവും കേട്ടോ. ആവേദക്, ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ ഒപ്പ്, സിഗ്നേച്ചറിനെയാണ് ഹസ്താക്ഷർ എന്ന് പറയുന്നത്. രാജേഷ് കുമാർ, സദസ്യ, അധ്യാപക്, അഭിഭാവക് സംഘം. ഇത്രയാണ് നിങ്ങളുടെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ്റെ സൂചനാധികാര പത്രം. ഓക്കെ, അപ്പം ഈ ഒരൊറ്റ ഫോർമാറ്റിൽ തന്നെ 2 ഉദാഹരണങ്ങളായി. ഈ രണ്ടും കൂടി കമ്പയർ ചെയ്ത് 1-2 തവണ നിങ്ങളിത് മനസ്സിലാക്കി ഒന്ന് വെക്കുമ്പോഴത്തേക്കും ഓക്കെ ആവും. ഡോണ്ട് വറി, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 8 മാർക്കും എല്ലാവർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമൂന 2, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് കേരളത്തിലെ വിവരാവകാശ നിയമപ്രകാരം തയ്യാറാക്കുന്ന എഴുത്തുകൾക്ക് ഇപ്പം നമ്മൾ നോക്കിയതിൽ നിന്നൊരു വേറിട്ട ശൈലി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ശൈലിയാണ് ഞാനിവിടെ നിങ്ങൾക്കിവിടെ ഒരു ഇതായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് തന്നെ പഠിച്ചാൽ മതിയാകും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് ഞാനതങ്ങനെ എടുത്തിട്ടേക്കുന്നത്. ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. സ്കൂളിൽ നിന്ന് എന്താണോ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത് അതനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പ്രേഷക് എന്ന് പറഞ്ഞാൽ ഫ്രം അഡ്രസ്സിനെയാണ് പ്രേഷക് എന്ന് പറയുന്നത്. ഫ്രം ആരാണ്? ഭേജ്നെ വാലാക്ക പത്ത, അതായത് ഭേജ്നെ വാലേക്ക പത്ത, അതായത് ആരാണോ അയക്കുന്നയാൾ, നമ്മുടെ അപേക്ഷകൻ്റെ അഡ്രസ്സാണ് ഇവിടെ എഴുതേണ്ടത്. ഫ്രം അഡ്രസ്സാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, സേവാമേ ടു അഡ്രസ്, പാനെ വാലേക്ക പത്ത, ആരാണോ അയക്കുന്നയാൾ അയാളുടെ അഡ്രസ്സ് അവിടെ എഴുതണം. ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ് എഴുതണം. ഞാനിത് അഡ്രസ്സായിട്ട് തന്നെ പറഞ്ഞുതരാം. പ്രേഷക് എന്ന് പറഞ്ഞാൽ ആരാണ്? രാജേഷ് കുമാർ ജിയാണ് പ്രേഷക്. കെ രാജേഷ് കുമാറൻ, സദസ്യ, അധ്യാപക, അഭിഭാവക് സംഘ്, സർക്കാരി ഉച്ച മാധ്യമിക് സ്കൂൾ, ചിറ്റാരിപ്പറമ്പ്, കണ്ണൂർ. അതാണ് ഫ്രം അഡ്രസ്. സേവാമയം ആർക്കാണ് അയക്കുന്നത്? സാർവജനിക് സൂചനാധികാരി, സഡക് പരിവഹൻ കാര്യാലയ, കണ്ണൂർ.
അദ്ദേഹത്തിനാണ് അയക്കുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് എന്താ പറയണേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അയക്കുന്നത്. അപ്പോൾ ഇവിടെ ടു അഡ്രസ്, ആദ്യം ഫ്രം അഡ്രസ്സ് എഴുതുക, രണ്ടാമത് ടു അഡ്രസ്സ് എഴുതുക. ഫ്രം അഡ്രസ്സിന് ഓപ്പോസിറ്റായിട്ട് തന്നെ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ടാക് ടിക്കറ്റ് സ്റ്റാമ്പ് 10 രൂപയെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കും, അതിനകത്ത് അത് എഴുതുക. അപ്പോൾ ടു അത് കഴിഞ്ഞിട്ട് മഹോദയ് എന്ന് പറഞ്ഞാൽ മാന്യനീയ, നമ്മൾ സംബോധന ചെയ്ത് പറയില്ലേ, റെസ്പെക്റ്റഡ്, ആദരണീയ, മഹോദയ്. വിഷയം എന്താണോ വിഷയം അതവിടെ മെൻഷൻ ചെയ്യുക. നമ്മൾക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനിലെ വിഷയം എന്താണ്? സർക്കാരി ഉच्च माध्यमिक स्कूल ചിറ്റാരിപ്പറമ്പ് के छात्रों की परिवहन की कार्यवाहियों से सूचना प्राप्त करने से संबंधित എന്ന് എഴുതാം. അപ്പോൾ വിഷയം അവിടെ എഴുതുക. സന്ദർഭ് എന്താണ് സന്ദർഭം എന്നുള്ളത്? എന്ത് സന്ദർഭമാണ്? സൂചനാക്ക അധികാർ അധിനിയം 2005. അതിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ഫോർമാറ്റ് ആണെങ്കിൽ ഇത് തന്നെ ഇവിടെ എഴുതിയാൽ മതി. ഇതിൽ വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. സന്ദർഭം എന്ന് പറയുന്നത് സൂചനാക്ക അധികാർ അധിനിയം 2005. ഈ ഒരു അവകാശം, ഈ ഒരു നിയമം ഉള്ളത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. സോ സന്ദർഭ സൂചനാക്ക അധികാർ അധിനിയം 2005 എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു വിഷയത്തിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ നമുക്ക് അറിയേണ്ടത് അതിവിടെ വൺ ബൈ വൺ ഇവിടെ എഴുതുക. സ്കൂളി छात्रों के परिवहन संबंधी कानूनी अधिकार क्या क्या है, അല്ലെങ്കിൽ छात्रों के परिवहन अधिकार को लागू करने के लिए परिवहन मंत्रालय द्वारा कौन कौन सी कार्यवाहियाँ ली गई हैं, അല്ലെങ്കിൽ चिट्टारीपरंब में छात्रों की समस्या दूर करने के लिए कौन कौन से कार्य किए गए हैं. അങ്ങനെ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ നമ്മുടെ നേരത്തെ എഴുതിയ ആ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഇവിടെ എഴുതിയാലും മതി, നോ പ്രോബ്ലം. ഞാനിങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് അവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് നോർമൽ ആയിട്ടുള്ള രീതിയിൽ ദിനാങ്ക്, സ്ഥലം, ദിനാങ്ക്, ഡേറ്റ്, ഈ ലെഫ്റ്റ് സൈഡിൽ സ്ഥാനം, ദിനാങ്കും, റൈറ്റ് സൈഡിലായിട്ട് ഭവതീയ, ഹസ്താക്ഷർ, നാം മതിയാവും. കാരണം നമ്മൾ ഓൾറെഡി അഡ്രസ്സ് എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ പേര് മാത്രം മതി. പിന്നെ അവിടെ അഡ്രസ്സിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഫെം അഡ്രസ്സ് പൂർണ്ണമായിട്ട് മുകളിൽ എഴുതിയിട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഇവിടെ പേര് മാത്രമേ ആവശ്യമുള്ളൂ. ഭവതീയ, ഹസ്താക്ഷർ, ഒപ്പ്, നാം, പേരെന്താണോ അത് ചെയ്യുക, അതവിടെ എഴുതുക. അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്കിപ്പം ക്വസ്റ്റ്യനിൽ പേര്, അഡ്രസ്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മെൻഷൻ ചെയ്താൽ മതിയാകും. ക്വസ്റ്റ്യനിൽ പേരും അഡ്രസ്സൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാം പത്ത എന്ന് എഴുതിയാൽ മതിയാകും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ ഒരു അഡ്രസ്സും പേരും അഡ്രസ്സും ആക്കുക. ഒരു കാരണവശാലും സ്വന്തം പേരും അഡ്രസ്സും അവിടെ മെൻഷൻ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്നു. 1-2 തവണ ഇത് ഒരു തവണ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചാൽ കാര്യം എളുപ്പമാണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് ഈ ഒരു ഫോർമാറ്റ്, ഈ ഒരു ലെറ്റർ വരികയാണെങ്കിൽ കിട്ടുന്നത്. അതും സൂചനാധികാര പത്രത്തിന് 8 മാർക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഡോണ്ട് വറി, ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സമൂഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്. ഇപ്പോൾ ബാൽപീഡ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വേറെ ഏതൊക്കെ ടോപ്പിക്സ് വരുമെന്ന് വെച്ചാൽ ഇപ്പോൾ നാരി ഉത്പീഡൻ വരാം, പിന്നെ എന്താ പറയുന്നത് വർഷാകാലീന ബീമാരിയാം, ഇതിപ്പോൾ മഴക്കാലത്തൊക്കെയുള്ള അസുഖങ്ങൾ, നാരി ഉത്പീഡൻ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സൊക്കെ വരുമ്പോഴത്തേക്കും മനസ്സിൽ ആ ഒരു ടോപ്പിക്കിനെ കൊണ്ടുവരിക. ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ അതിനെ 1, 2, 3 എന്ന് മെൻഷൻ ചെയ്ത് 4th കോളത്തിൽ മാംഗി ഗയി സൂചനാ കാ വിവരൺ എന്ന ഈ 4th കോളത്തിൽ 1, 2, 3 1, 2 എന്ന് എഴുതിയാൽ 2 ക്വസ്റ്റ്യൻ മതിയാവും, നോ പ്രോബ്ലം. 3 വേണമെന്നില്ല, ഞാൻ 3 തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. 3 വേണമെന്നില്ല, 2 ക്വസ്റ്റ്യൻ എഴുതുക, കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു ലെറ്റർ ഫോർമാറ്റിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നോർമലി ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉള്ളത്. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ നിങ്ങളുടെ സമയം അനുസരിച്ച് അത് കണ്ടാൽ മതിയാവുമല്ലോ. സോ പ്ലീസ് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇത് നന്നായിട്ട് കാണുക. ഇപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.